ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ലോകത്തിലെ ആദ്യ ട്രൈഫോൾഡ് ഫോണായ ഹുവാവേ മേറ്റ് X-T അൾട്ടിമേറ്റ് ഡിസൈനിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ്. ശരിക്കും ഞാൻ എക്സൈറ്റഡ് ആണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ആദ്യത്തെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആയിരിക്കും. എന്റെ കയ്യിലിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് വേരിയന്റ് ആണ്. ഫസ്റ്റ് തന്നെ ഇതിന്റെ പ്രൈസിംഗ് പറയാം. ഇതിന് ദുബായിലെ പ്രൈസ് വരുന്നത് 12,999 ദിറംസ് ആണ്. അതായത് ഡയറക്റ്റ് ഇന്ത്യൻ കാൽക്കുലേഷനിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3,30,000 രൂപ ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രീമിയം ബോക്സിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ശരിക്കും ഈയിടെയായിട്ട് നമുക്കൊരു അൺബോക്സിംഗ് എക്സ്പീരിയൻസ് ഒന്നും പൊതുവെ കിട്ടാറില്ല. പക്ഷെ എന്നാലും ഈ ഒരു ബോക്സിൽ എനിക്ക് ആ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. എന്റെ കയ്യിലിരിക്കുന്നത് റെഡ് കളറാണ്. റെഡ്, ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കളറുകളിലായിട്ടാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആകുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇങ്ങനൊരു ബോക്സിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇവിടെ നമുക്ക് ഹുവാവേ മേറ്റ് X-T അൾട്ടിമേറ്റ് ഡിസൈൻ എന്നുള്ള രീതിയിൽ ഇവിടെ ബ്രാൻഡിങ് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. വൺസ് ആ ഒരു റെഡ് ബോക്സ് ഓപ്പൺ ചെയ്താണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ബ്ലാക്ക് ബോക്സ് കാണാൻ വേണ്ടി പറ്റും. ഇവിടെയും ബ്രാൻഡിങ് ചെയ്തിട്ടുണ്ട് ഹുവാവേ മേറ്റ് X-T അൾട്ടിമേറ്റ് ഡിസൈൻ എന്നുള്ള രീതിയിൽ. ഇതുപോലെ ഓപ്പൺ ചെയ്താണെങ്കിൽ വാവ്, ഇവിടെയും അൾട്ടിമേറ്റ് ഡിസൈൻ എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. ഫസ്റ്റ് ഓപ്പൺ ചെയ്തതോടെ നമുക്കിവിടെ ഫോൺ കാണാൻ വേണ്ടി പറ്റും. വാവ്, ഒരു രക്ഷയില്ല അല്ലേ. ഇതൊരു ഫോണാണോ അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് ആണോ? ഫോണിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ബോക്സിൽ വേറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഹുവാവേ എന്നുള്ള രീതിയിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. രണ്ട് ബോക്സുകളുണ്ട്. ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു 66 വാട്ടിന്റെ ഒരു അഡാപ്റ്റർ ഈ ഒരു ബോക്സിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ടൈപ്പ് എ പോർട്ടും ഉണ്ട്, ടൈപ്പ് സി പോർട്ടും ഉണ്ട്. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രീമിയം സെഗ്മെന്റ് ഫോണിലൊന്നും ഇപ്പം കാണാത്ത ഒരു സാധനമാണ് ചാർജർ. എന്തായാലും ചാർജർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏകദേശം 3 ലക്ഷമൊക്കെ കൊടുത്തിട്ട് ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് ചാർജർ തന്നിട്ടില്ലെങ്കിൽ അത് മോശം തന്നെയാണ്. പിന്നെയുള്ളത് ടൈപ്പ് സി ടു ടൈപ്പ് സി USB കേബിൾ ആണ് ഈ ഒരു ബോക്സിലുള്ളത്. അടുത്ത ബോക്സ് നോക്കാം. നമുക്കിവിടെ സിം ഇജക്ടർ ടൂൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി നമുക്കിതിൽ ബുക്ക്ലെറ്റ്സ് കാണാം. പിന്നെ ഒരു കിടിലം കേസും കൂടെ നമുക്ക് ഈ ഒരു ബോക്സിൽ അവൈലബിൾ ആണ്. ഇങ്ങനെ ഒരു കേസാണ്. എന്റെ കയ്യിലിരിക്കുന്നത് റെഡ് വെർഷൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു റെഡ് കളറിലുള്ള കേസ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു സൈഡ് മാത്രമുള്ള ഒരു കേസാണ്. കിക്ക് സ്റ്റാൻഡും കൂടെ ഇതിൽ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ടാബിളിലൊക്കെ വെച്ചിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് അവിടെ മാറ്റി വെച്ചിട്ട് നമുക്കിപ്പോൾ ഫോൺ സെറ്റപ്പ് ചെയ്തതിനു ശേഷം ഇത് യൂസ് ചെയ്ത് നോക്കാം. ഇതൊക്കെയാണ് ഈ ഒരു ഹ്യൂജ് ബോക്സിംഗിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ബോക്സ് അവിടെ മാറ്റി വെച്ചിട്ട് മെയിൻ പാർട്ടായിട്ടുള്ള ഫോണിലേക്ക് പോവാം. ഇങ്ങനെയാണ് ഫോൺ കാണാൻ വേണ്ടി പറ്റുന്നത്. ഒരു ടാബ്ലറ്റിന്റെ രീതിയിലാണ് ഈ ഒരു ബോക്സിൽ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ട്രൈഫോൾഡ് ആണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയൊക്കെ നോക്കാം. വാവ്, ഓ മൈ ഗോഡ്, ഒരു രക്ഷയില്ല അല്ലേ. നല്ലൊരു വീഗൻ ലെതറിന്റെ ഡിസൈനിലാണ് നമുക്ക് ഈ ഒരു ഫോണിന്റെ ബാക്ക് സൈഡ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഒരു ഹ്യൂജ് ക്യാമറ അറയും കൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെയാണ് ഫോൺ അൺഫോൾഡ് ചെയ്താലുണ്ടാവുക. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് ഫോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് ഇത് ബാക്കോട്ടേക്ക്. അടിപൊളിയല്ലേ. ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു നോർമൽ ഫോണിന്റെ ഒരു ഫോം ഫാക്ടറിലാണ് ഉള്ളത്. ഇനി അതല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഫോൾഡഡ് ഫോണിന്റെ സൈസിലായി. ഇനി ഒന്നും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്താണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ടാബ്ലറ്റിന്റെ സൈസിലും കൂടെ ഈ ഒരു ഫോൺ വരുന്നുണ്ട്. ശരിക്കും ഇതിനൊക്കെയാണ് ഇന്നോവേഷൻ എന്നൊക്കെ പറയേണ്ടത്. കാരണം എന്ന് വെച്ചാണെങ്കിൽ ഇപ്പം നമ്മൾ പല മെയിൻ ബ്രാൻഡുകളിലും ഇപ്പോൾ ഇന്നോവേഷനും കാര്യങ്ങളൊന്നും കൂടുതൽ കാണുന്നില്ല. വെറും AI കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇപ്പം കൂടുതൽ ഫോൺസും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നത്. ഇതൊക്കെ കാണുമ്പോഴാണ് ഹുവാവേക്ക് സല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് ഹുവാവേക്ക് ട്രൈ ചെയ്യുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെയുള്ള ഇന്നോവേഷൻസും കാര്യങ്ങളൊക്കെ. അത് തന്നെ ഒരു സല്യൂട്ട് അർഹിക്കുന്നതാണ്. പക്ഷെ എനിക്ക് മനസ്സിലാത്തത് ഇതിപ്പം ഒരു ഫോൾഡ്, രണ്ട് ഫോൾഡ്, ഒരു ഫോൾഡ്, രണ്ട് ഫോൾഡ്, പിന്നെ ഇതിനെന്താണ് ട്രൈഫോൾഡ് എന്ന് പറയുന്നത്? 3 ഉണ്ടായതുകൊണ്ടായിരിക്കും അല്ലേ. എന്തായാലും ഫോൺ ഒന്ന് ബൂട്ട് ചെയ്തിട്ട് സെറ്റപ്പ് ചെയ്യാം. ഫോൺ ബൂട്ടായിട്ട് വരുന്നുണ്ട്. അൾട്ടിമേറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെയും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ ഒരു ഫോണിൽ എന്നെ ഭയങ്കര ഇംപ്രസ് ചെയ്തത് ഈ ഒരു ഫോണിന്റെ ഡിസൈൻ തന്നെയാണ്. പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇതിലും നല്ല പെർഫോമൻസ് ഒക്കെ കിട്ടുന്ന ഫോണുകൾ ഇഷ്ടംപോലെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നാലും ഈ ഒരു ഫോം ഫാക്ടറിൽ, അതായത് നമുക്കിപ്പോൾ ഒരു നോർമൽ ഫോണായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി അതല്ല ഒരു ഫോൾഡഡ് ഫോണിന്റെ സൈസിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതല്ല ഒരു ടാബ്ലറ്റിന്റെ സൈസിലും കൂടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഫസ്റ്റ്
ഫോൺ തന്നെയാണ് ഹുവാവയുടെ മേറ്റ് എക്സ്ടി. ഡിസൈനിന്റെ കാര്യത്തിൽ നല്ല പ്രീമിയം ഡിസൈൻ എന്നാണ് ഹുവാവെ ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. ശരിക്കും നല്ല തിന്നാണ്. അതായത് തിന്നെന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ഇപ്പൊ ടൈപ്പ് സി പോർട്ട് കണ്ടില്ലേ, ഈ ഒരു ടൈപ്പ് സി പോർട്ട് ഉണ്ടായതുകൊണ്ട് ഇതിലും തിന്നാക്കാൻ വേണ്ടി പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാണെങ്കിൽ അത്ര തിന്നാണ് ഈ ഒരു ഫോൺ അൺഫോൾഡിങ് സ്റ്റേജിലുള്ളത്. ഇനി അതല്ല, നമ്മളിപ്പോ ഫോൺ ഇപ്പൊ ഫോൾഡ് ചെയ്താണെങ്കിൽ ഇപ്പൊ ഒരു നോർമൽ ഐഫോണുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ആ ഒരു തിക്നെസ്സിൽ. അത് വളരെയധികം ഇംപ്രസീവ് ആണ്. സൂപ്പർ സ്ലിം ട്രൈഫോൾഡ് ഡിസൈനോട് കൂടി വരുന്ന ഈ ഒരു ഫോണിൽ ഒരു അഡ്വാൻസ്ഡ് പ്രെസിഷൻ ഹിഞ്ച് സിസ്റ്റം തന്നെയാണ് ഹുവാവെ നൽകിയിരിക്കുന്നത്. 10.2 ഇഞ്ചിന്റെ ഹൈറസ് ഹുവാവെ എക്സ് ട്രൂ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. നല്ലൊരു കിടിലം വിഷ്വൽ എക്സ്പീരിയൻസ് എന്ന് നമുക്ക് ഈ ഒരു ഫോണിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അൾട്രാ അപ്പർച്ചർ എക്സ്മേജ് ക്യാമറയും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. ഒരു സ്റ്റാർ ഡയമണ്ട് ഡിസൈൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ബാക്ക് സൈഡിൽ വീഗൻ ലെതർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ഹുവാവെ അൾട്ടിമേറ്റ് ഡിസൈൻ എന്നുള്ള ബ്രാൻഡിങ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. വീഗൻ ലെതർ ബാക്ക് സൈഡിൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഫൈൻ ഗ്രൈൻഡ് ലുക്ക് ആൻഡ് ഫീല് നമുക്ക് ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. ശരിക്കും ഒരു പ്രീമിയം ലുക്ക് തന്നെ ഈ ഒരു ബാക്ക് സൈഡിലുള്ള ഡിസൈൻ നമുക്ക് നൽകുന്നുണ്ട്. ഒരു അംബർ ഗോൾഡ് വേസ്റ്റ് ലൈൻ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഗ്രേസ്ഫുൾ ലൈറ്റ്സും ഷാഡോ എഫക്ട്സും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവിടെ ഒരു ഗോൾഡൻ ബാഡ്ജില് ഡിസൈൻഡ് ആൻഡ് ക്രാഫ്റ്റഡ് ബൈ ഹുവാവെ എന്നുള്ള രീതിയിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ശരിക്കും പ്രൈസ് കൂടുതലാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഫോൺ, അതായത് ഇതൊരു ഫസ്റ്റ് ജനറേഷൻ ട്രൈഫോൾഡ് ആണ്. ഏതൊരു ഫോണായാലും ഫസ്റ്റ് ജനറേഷൻ നോർമലി പബ്ലിക്കിന് അവൈലബിൾ ആകത്തില്ല. എന്നാലും ഈ ഒരു ഫസ്റ്റ് ജനറേഷൻ തന്നെ പബ്ലിക്കിന് അവൈലബിൾ ആക്കിയത് ഹുവാവയുടെ ഒരു കറേജ് തന്നെയാണ്. അത്രയും കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഹുവാവെ ഈ ഒരു ഫോൺ പബ്ലിക്കിന് വേണ്ടിയിട്ട് റിലീസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഐഫോൺ 16 റിലീസ് ചെയ്ത സമയത്താണ് ഈ ഒരു ഫോൺ റിലീസായത്, ചൈനയിൽ റിലീസായത്. അപ്പോൾ ആ ഒരു സമയത്ത് ഭയങ്കര പ്രീ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം 1 മില്യൺ യൂണിറ്റ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ ബുക്കായെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റിയിരിക്കുന്നത്. കാരണം ഇന്നോവേഷൻ ആര് കൊണ്ടുവന്നാണെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യപ്പെടുക തന്നെ വേണം. 10.2 ഇഞ്ചിന്റെ ഒരു ഗ്രാൻഡ് ഡിസ്പ്ലേ എന്നാണ് നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. 3K അൾട്രാ ഹൈ റെസൊല്യൂഷൻ ആണ്. 16:11 ആണ് ഡിസ്പ്ലേ പ്രൊപ്പോർഷൻ വരുന്നത്. 92% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഈ ഒരു ഫോണിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ഹിഞ്ച് സിസ്റ്റവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്ക് ആകുന്നുണ്ട്. നമ്മളിപ്പോ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പൊ അതൊരു ഫോൾഡഡ് മോഡലിലേക്ക് പോയി. ഇനിയിപ്പോ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നോർമൽ ഫോണിന്റെ ആ ഒരു മോഡലിലേക്ക് വന്നു. നല്ല രീതിയിൽ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും പല സോഫ്റ്റ്വെയറിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇനി അവൈലബിൾ ആകാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇതൊരു ആദ്യത്തെ ട്രൈഫോൾഡ് ആണ്. അതുകൊണ്ട് തന്നെ പല ആപ്പുകളും ഈ ഒരു ഫോർമാറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. സ്ക്രീൻ സൈസ് നോക്കുകയാണെങ്കിൽ സിംഗിൾ സ്ക്രീനിൽ 6.4 ഇഞ്ചാണ് വരുന്നത്. ഡ്യുവൽ സ്ക്രീനിൽ 7.9 ഇഞ്ചാണ് വരുന്നത്. ഇനിയിപ്പം ട്രിപ്പിൾ സ്ക്രീൻ ആക്കിയതാണെങ്കിൽ 10.2 ഇഞ്ചാണ് ഇതിന്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത്. അതായത് മൾട്ടിപ്പിൾ സൈസിൽ നമുക്ക് ഈ ഒരു ഫോണിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പൊ നോർമൽ കണ്ടീഷൻസിലൊക്കെ വേണമെങ്കിൽ നമുക്കിപ്പോൾ നോർമൽ ഫോണായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി അതല്ല നമുക്കിപ്പോൾ ഒരു ഫോൾഡഡ് ഫോണിന്റെ ഒരു ഫോം ഫാക്ടറിൽ വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ടാബ്ലറ്റിന്റെ ഒരു ഫോർമാറ്റിൽ വേണമെങ്കിൽ ആ ഒരു രീതിയിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. OLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 90 ഹെർട്സ് ആണ് ഇതിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നത്. 1440 ഹെർട്സിന്റെ ഹൈ ഫ്രീക്വൻസി PWM ഡിമ്മിങ്ങും 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ആണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു കിടിലൻ ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ട്രൈഫോൾഡ് ഫോം ഫാക്ടറിൽ ഹുവാവെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന്റെ തിക്നെസ് നോക്കുകയാണെങ്കിൽ വളരെയധികം തിന്നാണ്. 3.6 mm ആണ് അൺഫോൾഡിംഗ് സ്റ്റേജിൽ ഇതിന്റെ തിക്നെസ് വരുന്നത്. നമ്മളിപ്പോൾ സിംഗിൾ സ്ക്രീനിൽ യൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഫോൾഡിംഗ് സിറ്റുവേഷനിൽ 12.8 mm ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. ഇനി അതല്ല നമ്മളിപ്പം ഡ്യുവൽ സ്ക്രീൻ സെറ്റപ്പിലാണ് ഈ ഒരു ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ തിക്നെസ് വരുന്നത് 7.45 mm ആണ്. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സിംഗിൾ സ്ക്രീനിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ബാക്കിൽ ഇപ്പോൾ ഹാൻഡ് ഒക്കെ റെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പൊ ഡ്യുവൽ സ്ക്രീനിൽ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്കിപ്പോ ഇവിടെ നല്ലൊരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ ഒരു ഗ്ലാസ് തന്നെ ഉണ്ടായതുകൊണ്ട് അത്ര ഒരു കംഫർട്ടബിൾ അല്ല. എന്നാലും നമുക്ക് ഈ ഒരു ഫോം ഫാക്ടറിൽ നമുക്കിപ്പോൾ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് സ്ക്രീൻ റിയൽ എസ്റ്റേറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻസ് ഒക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരുന്നത് വെറും 298 ഗ്രാം മാത്രമാണ്. സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റത്തോടുകൂടിയാണ് ഈ ഒരു ഫോൺ വരുന്നത്. നമുക്ക് ഇവിടെ താഴത്തെ ഒരു സ്പീക്കർ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. മുകളിലായിട്ട് ഇവിടെ സ്പീക്കർ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഓഡിയോ ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും ലഭിക്കുന്നുണ്ട്. പിന്നെ താഴത്തായിട്ട് നമുക്കൊരു ടൈപ്പ് സി പോർട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ മൈക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് നമുക്കിവിടെ വോളിയം ലോക്കേഴ്സ് ബട്ടണ് പിന്നെ ഒരു പവർ ബട്ടണും കൂടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ ഒരു സൈഡിൽ നമുക്കൊന്നും തന്നെ കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഇനി പെർഫോമൻസിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കിറിൻ 9010 പ്രോസസറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഹുവാവയുടെ തന്നെ ഓൺ പ്രോസസറാണ്. ഒരു സ്നാപ്ഡ്രാഗൺ എലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചാണ്. എന്റെ കയ്യിലിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് വേരിയന്റ് ആണ്. ഇതിൽ സോഫ്റ്റ്വെയർ വരുന്നത് EMUI 14.2 ആണ്. 16 GB റാമോട് കൂടി വരുന്ന ഈ ഒരു ഫോണിൽ ഇന്റേണൽ സ്റ്റോറേജ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് 1 TB ആണ്.
ട്രിപ്പിൾ ക്യാമറ സിസ്റ്റത്തോടുകൂടിയാണ് ഈ ഒരു ഫോൺ വരുന്നത്. 50 മെഗാ പിക്സലിന്റെ അൾട്രാ അപ്പർച്ചർ മെയിൻ ക്യാമറ. അപ്പർച്ചർ വരുന്നത് f1.4 മുതൽ 4 വരെയാണ്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇതിൽ അവൈലബിൾ ആണ്. 12 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ, പിന്നെ 12 മെഗാ പിക്സലിന്റെ ഒരു പെരിസ്കോപ്പിക് ക്യാമറയാണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഫേസ് ഫോക്കസും കോൺട്രാസ്റ്റ് ഫോക്കസും ഈ ഒരു ഫോണിൽ സപ്പോർട്ടഡ് ആണ്. 5.5x ഒപ്റ്റിക്കൽ സൂമും 50x ഡിജിറ്റൽ സൂമും ഈ ഒരു ഫോണിൽ പോസിബിൾ ആണ്. അതായത് ഫോക്കൽ ലെങ്ത്തിൽ നോക്കുകയാണെങ്കിൽ 24mm, 13mm, 125mm ഫോട്ടോസ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നല്ല കിടിലം ഫോക്കൽ റേഞ്ച് ആണിത്. സെൽഫി ക്യാമറ ആയിട്ട് കൊടുത്തിരിക്കുന്നത് 8 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറയാണ്. f2.2 ആണ് അപ്പർച്ചർ വരുന്നത്. 8 മെഗാ പിക്സൽ കുറച്ച് കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. എന്നാലും നമുക്ക് സെൽഫി എടുക്കുന്ന സമയത്ത് നമുക്കിപ്പോ ഫ്രണ്ടിൽ കണ്ടുകൊണ്ട് തന്നെ ഈ ഒരു മെയിൻ ക്യാമറയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് സെൽഫി എടുക്കാൻ വേണ്ടി പറ്റും. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. 4K റെക്കോർഡിംഗും ഈ ഒരു ഫോണിൽ പോസിബിൾ ആണ്. 5.600 mAh ഒരു ബാറ്ററിയാണ് ഹുവാവെ ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഹുവാവയുടെ സൂപ്പർ ചാർജ് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് അഡാപ്റ്റർ ഈ ഒരു ഫോണിന്റെ കൂടെ തന്നെ ഹുവാവെ നൽകുന്നുണ്ട്. വയർഡ് ചാർജിംഗിൽ 66 വാട്ട് വരെ ഈ ഒരു ഫോണിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വയർലെസ് ചാർജിംഗ് ആണെങ്കിൽ 50 വാട്ട്സും ഈ ഒരു ഫോണിൽ സപ്പോർട്ടഡ് ആണ്. ഈ ഒരു ഫോം ഫാക്ടറിൽ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യാന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. IP-X8 സർട്ടിഫിക്കേഷൻ ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. അതായത് സ്പ്ലാഷ്, വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. IP68 അല്ലെങ്കിൽ IP69 പോലത്തെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നും ഈ ഒരു ഫോണിലില്ല. എന്നാലും ഈ ഒരു ഫോൺ ഫാക്ടറിൽ, അതായത് ഇതൊരു ഫസ്റ്റ് ജനറേഷൻ ഫോണാണ്, ട്രൈഫോൾഡിന്റെ തന്നെ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഇത്രയൊക്കെ ഫീച്ചറുകൾ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. ഡ്യുവൽ സിം സപ്പോർട്ട് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. പക്ഷേ 4G മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. 2025 റിലീസ് ചെയ്ത ഫോണായിട്ട് പോലും ഈ ഒരു ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യില്ലെന്ന് പറഞ്ഞത് ചെറിയൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. 2.4 5 GHz വൈഫൈ സപ്പോർട്ട് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. വൈഫൈ 6, വൈഫൈ 7 സപ്പോർട്ട് ഒന്നും അവൈലബിൾ അല്ല. ബ്ലൂടൂത്ത് 5.2 ആണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ടൈപ്പ് സി ആയിട്ട് കൊടുത്തിരിക്കുന്നത് USB 3.1 Gen 1 ആണ്. അതും ഒരു ലേറ്റസ്റ്റ് അല്ല. പിന്നെ ഈ ഒരു ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് അല്ല കൊടുത്തിരിക്കുന്നത്. അതായത് പവർ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴാണ് ഫിംഗർ പ്രിന്റ് വർക്ക് ചെയ്യുന്നത്. നല്ല ഫാസ്റ്റിൽ തന്നെ ഫിംഗർ പ്രിന്റ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പൊതുവെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹുവാവയിൽ ഗൂഗിൾ സപ്പോർട്ട് ഉണ്ടോ? ഇൻബിൽട്ട് ആയിട്ട് ഹുവാവയിൽ ഗൂഗിൾ സർവീസസ് റൺ ആകത്തില്ല. പക്ഷെ എന്നാലും ഹുവാവയുടെ ആപ്പ് ഗാലറിയിൽ പോയിട്ട് നമ്മൾ മൈക്രോ ജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ ഗൂഗിൾ ക്രെഡൻഷ്യൽസ് വെച്ചിട്ട് ലോഗിൻ ചെയ്താണെങ്കിൽ നമുക്ക് ഗൂഗിൾ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ ഈ ഒരു ഫോണിൽ കൂളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. യൂട്യൂബ് ഒക്കെ നല്ല രീതിയിൽ ഈ ഒരു ഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഗൂഗിളിന്റെ എല്ലാ സർവീസും നമുക്ക് ഈ മൈക്രോ ജി എന്നിട്ടുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എല്ലാം നമുക്ക് ഈ ഒരു ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. എന്റെ കയ്യിലിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് വേരിയന്റ് ആണ്. ഇതിന്റെ ദുബായിലെ പ്രൈസ് വരുന്നത് 12,999 ദിറംസ് ആണ്. 2 കളറുകളിലായിട്ടാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആകുന്നത്. ഒന്ന് ഈ കാണുന്ന റെഡ്, പിന്നെ ഒരു ബ്ലാക്ക് കളറിലും ഈ ഒരു ഫോൺ അവൈലബിൾ ആണ്. കളർ ഓരോരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. എന്നാലും എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായത് ഈ ഒരു കളറാണ്. ഇനി കൺക്ലൂഡ് ചെയ്താണെങ്കിൽ ഈ ഒരു ഫോൺ വാങ്ങണം. നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റ് ഉണ്ട്. നിങ്ങളിപ്പം ആൾക്കാരുടെ ഇടയിൽ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഫോൺ കൊണ്ട് നടക്കണം. ഒരു റിച്ച് ഫീൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫോൺ. അതായത് മുമ്പൊക്കെ നമ്മളിപ്പോൾ ഐഫോൺ ഒക്കെ കൊണ്ട് നടക്കുന്ന സമയത്ത് പലരും ചോദിക്കും, ഐഫോൺ ആണോ അങ്ങനെ എന്നുള്ള രീതിയിലൊക്കെ. എന്നാലും ഈ ഒരു ഫോൺ ഇപ്പൊ നമ്മളിപ്പോ ഒരു പബ്ലിക്കിന്റെ ഇടയിലൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നമ്മളിപ്പോ ഓപ്പൺ ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒരു അറ്റൻഷൻ സീക്കിങ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ആൾക്കാരുടെ ഇടയിൽ ഒരു ജാടൊക്കെ കാണിക്കണം എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഫോൺ തന്നെയാണ് ഹുവാവയുടെ മേറ്റ് XT അൾട്ടിമേറ്റ് ഡിസൈൻ. ഈ ഒരു ഫോണിൽ മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു ട്രൈഫോൾഡ് ഡിസൈൻ എന്നാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അല്ല നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ക്യാമറ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ നല്ല ക്യാമറ അവൈലബിൾ ആയിട്ടുള്ള ഫോണുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പ്രൈസ് എല്ലാവർക്കും അഫോർഡബിൾ അല്ല. എന്നാലും സൂപ്പർ റിച്ച് ആയിട്ടുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഒന്ന് ജാട കാണിക്കാനൊക്കെ ഈ ഒരു ഫോൺ എടുക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല. അല്ലാതെ നമ്മളിപ്പോ EMI ഇട്ടിട്ടോ കാര്യങ്ങളോ ഈ ഒരു ഫോൺ എടുക്കണം എന്നുള്ള രീതിയിൽ ഞാൻ പറയത്തില്ല. പിന്നെ ഈ ഒരു ഫോൺ ഇപ്പൊ ഇന്ത്യയിൽ റിലീസ് ആയെന്ന് വെച്ചാണെങ്കിൽ ഇല്ലെന്നാണ് എനിക്ക് അറിയാൻ വേണ്ടി പറ്റിയിരിക്കുന്നത്. ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിൽ ഇപ്പോൾ UAE-ലൊക്കെ അവൈലബിൾ ആണ്. ഇതിപ്പോ ചൈനീസ് വേരിയന്റ് അല്ല, ഗ്ലോബൽ വേരിയന്റ് തന്നെയാണ്. ഇങ്ങനെ ഒരു കേസും നമുക്ക് ഈ ഒരു ഫോണിന്റെ കൂടെ അവൈലബിൾ ആകുന്നുണ്ട്. ഈ ഒരു കേസ് എന്ന് പറഞ്ഞാണെങ്കിൽ 1 സൈഡ് കേസാണ്. നമുക്കിപ്പോ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ കൊടുക്കാം.
അതിനുശേഷം ഈ സൈഡിലുള്ള ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇത് ലോക്ക് ചെയ്യുന്ന രീതിയിൽ വെക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു സൈഡിലുള്ള ഗ്ലാസിനൊന്നും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വരത്തില്ല, നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യും. ഇപ്പൊ കേസ് ഇട്ടാണെങ്കിൽ ഫോൺ ഇങ്ങനെയാണ് വരാൻ. ഇവിടെ നമുക്കൊരു കിക്ക് സ്റ്റാൻഡും കൂടെ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു കിക്ക് സ്റ്റാൻഡ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഫോണ് ടാബിളിലൊക്കെ വെച്ചിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു കേസ് അവർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബഡ്ജറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ആൾക്കാരുടെ ഇടയിലൊക്കെ ഒന്ന് ജാടയും കാര്യങ്ങളൊക്കെ കാണിക്കണം എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഫോൺ തന്നെയാണ് ഹുവാവയുടെ മേറ്റ് XT അൾട്ടിമേറ്റ് ഡിസൈൻ. എനിക്ക് തോന്നുന്നത് മലയാളത്തിലെ ആദ്യത്തെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ് ഈ ഒരു ഫോണിന്റെ നിന്ന്. അപ്പോൾ ആ ഒരു എഫർട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക, എന്നിട്ട് പറയുക ഇത്രയും പ്രൈസ് ഒക്കെ ഫോൺ മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നുണ്ട്. ഈയിടെയായിട്ട് ഫോണിന്റെ മാർക്കറ്റിൽ ഇന്നോവേഷൻ ഇല്ല എന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.